ഹലോ നമസ്കാരം. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി എക്സ്റ്റൻഷൻ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനുള്ളിലേക്ക് പുതിയ പ്രോപ്പർട്ടി ചേർത്ത് കൊടുക്കുന്നത് തടയുവാൻ വേണ്ടിയാണ് ഒബ്ജക്റ്റ് പ്രിവെന്റ് എക്സ്റ്റൻഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് ഒബ്ജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഈ മെത്തേഡ് തടയുന്നു. ഒരു ഒബ്ജക്റ്റിനെ ചേഞ്ച് ചെയ്യുന്നതും സ്ഥിരമായി, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് സ്ഥിരമായി തടയാനും ഈ ഒബ്ജക്റ്റിനെ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് തടയാനും വേണ്ടിയാണ് ഒബ്ജക്റ്റ് പ്രിവെന്റ് എക്സ്റ്റൻഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതുക. അതിനുശേഷം നമ്മളൊരു കോൺസ്റ്റ് വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ കോൺസ്റ്റ് ഇട്ടതിന് ശേഷം എന്താണോ നമുക്ക് ആ വേരിയബിളിന്റെ പേര് അത് ചേർത്ത് കൊടുക്കുക. എക്സാമ്പിൾ നമ്മളൊരു യു എന്നിട്ട് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഒബ്ജക്റ്റ് ഡോട്ട് പ്രിവെന്റ് എക്സ്റ്റൻഷൻ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ കോൺസ്റ്റന്റ് വേരിയബിൾ ഇവിടെ ചേർത്ത് കൊടുത്തു. സെമിക്കോളം വെച്ച് അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് ഡോട്ട് ഈസ് എക്സ്റ്റൻഷനബിൾ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് എന്താണോ നമ്മൾ ആ കൊടുത്ത ആ വേരിയബിളിന്റെ പേര് എന്താണോ അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിന്റെ പേര് യു ആണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടില്ല. ഇതിന്റെ ഔട്ട്പുട്ട് കാണാനും മൗസിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എടുത്തതിന് ശേഷം ഇതിന്റെ കൺസോളിൽ പോയാലും നമുക്ക് ഇവിടെ വന്ന് ഫാൾസ് എന്ന് കാണിച്ചു തരും. കാരണം ഇതിലേക്ക് നമുക്ക് പുതിയത് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് ഇട്ടതിന് ശേഷം വേരിയബിളിന്റെ പേര് ഒബ്ജക്റ്റ് OBJ എന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സെമിക്കോളം വെച്ച് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഒബ്ജക്റ്റ് ഡോട്ട് പ്രിവെന്റ് എക്സ്റ്റൻഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത ഒബ്ജക്റ്റിന്റെ പേര് എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിന്റെ താഴെ നമ്മൾ അടുത്തൊരു ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. നോർമൽ ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു അതിന്റെ വാല്യൂ നമ്മൾ 3 എന്നാണ് ചേർത്ത് കൊടുത്തത്. ഓക്കെ, ഇതിന് ശേഷം നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് നമ്മളിവിടെ രണ്ടാമത് കൊടുത്ത ഒബ്ജക്റ്റിന്റെ പേരാണ് ആസ് അവൺ പ്രോപ്പർട്ടീസ് എന്ന് ചേർത്ത് കൊടുക്കാം. ആസ് എന്നിട്ടതിന് ശേഷം ഇവിടെ വന്ന് അവൺ പ്രോപ്പർട്ടീസ് എന്ന് ചേർത്ത് കൊടുക്കാം. പ്രോപ്പർട്ടി അതിനുശേഷം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷന്റെ ഉള്ളിൽ നമ്മൾ ഇവിടെ കൊടുത്തിരുന്ന, അതായത് ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന അക്ഷരവും നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഫാൾസ് ആണ് കാണിച്ചു തരുന്നത്. കാരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് ഇട്ടതിന് ശേഷം വേരിയബിൾ നെയിം T ആണ് ഇട്ടത്. ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വാല്യൂ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ P എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, P:, അതിന് വാല്യൂ എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 എന്നാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡിലീറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. T.P എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. T എന്ന് പറയുന്നത് നമ്മൾ ആ കോൺസ്റ്റന്റ് വേരിയബിൾ ആണ്. P എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത ഈ വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ P എന്നും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാൻ കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് T എന്നത് നമ്മളെ കോൺസ്റ്റന്റ് വേരിയബിൾ, എന്നിട്ട് ഇവിടെ വന്ന് ആസ് അവൺ പ്രോപ്പർട്ടി എന്ന് ചേർത്ത് കൊടുത്തു.
പ്രോപ്പർട്ടി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത പി എന്നൊന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ഇതിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്തെന്ന് വെച്ചാൽ ഫാൾസ് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോഗ്രാമിൽ കറക്റ്റാണ്. അതായത് നമ്മൾ ഒരു കൊടുത്ത ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പുതിയൊരു പ്രോപ്പർട്ടീസിനെ ചേർത്ത് കൊടുക്കാൻ പറ്റാതെ അതിനെ മ്യൂട്ട്, അതായത് സ്ഥിരമായിട്ട് അതേ രൂപത്തിൽ തന്നെ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രിവെന്റ് എക്സ്റ്റൻഷൻ എന്ന പ്രോപ്പർട്ടി മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.